ഹലോ ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരമുണ്ട്. റാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു 2-3 മാങ്ങൻ്റെ റിവ്യൂ ആണ്. ഞാൻ കലാപ്പാടിയാണ് ഒന്ന് നമ്മുടെ മനോരഞ്ജിതാണ്, ഒന്ന് നമ്മുടെ സദാബഹർ. അപ്പം സദാബഹർ മാംഗോ, മനോരഞ്ജിതം, കാലാപ്പാടി ഈ 3 മാങ്ങൻ്റെ ഒരു ഷോർട്ട്. കാരണം അത് കൂടുതൽ അതിൻ്റെ ഇത് കാണിക്കാനൊന്നുമില്ല. ജസ്റ്റ് നമ്മളെ വീട്ടിൽ കാഴ്ച മാങ്ങ എടുത്തിട്ടുള്ള 3 റിവ്യൂ ആണ്. അപ്പോൾ ഇനി വല്ലാതെ വീട്ടിൽ കൊണ്ടുപോകണില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ റിവ്യൂയിലേക്ക് കിടക്കാം. ഇതെൻ്റെ സദാബഹാറാണ്, താഴത്ത് വെച്ച സദാബഹാർ മാങ്ങ. നമ്മുടെ രാജസ്ഥാൻ്റെ അവരൊരു സ്പെഷ്യൽ മാങ്ങയാണ്. അപ്പോൾ ഇതൊരു ഓൾ സീസൺ മാങ്ങ പോലെ ഉണ്ടാകുന്നൊരു മാങ്ങയാണ്. അപ്പോൾ ഇത് മാങ്ങ കുറേ പോയി. അപ്പോൾ കുറേ മാങ്ങ അങ്ങനെ വരുന്നവരൊക്കെ ഇങ്ങനെ വരുമ്പോൾ പൊട്ടിക്കും. അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മളെ ശ്രദ്ധയിൽ പെടാതെ പോണതാണ്. അവരറിയാതെ പൊട്ടിക്കുന്നതാണ്. പഴുത്തക്കുന്ന കാണുമ്പോൾ താഴെ വീണ. അപ്പം ഇനി മാങ്ങയൊക്കെ കഴിഞ്ഞു. അവസാനം ഇപ്പം ഇനി ഒരു 3-4 മാങ്ങയും കൂടെ ഉള്ളൂ. അപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു അതിൻ്റെ റിവ്യൂ ഒന്ന് ചെയ്യുമോ സദാബഹാർ. അപ്പോൾ ഈ ഒരു മാങ്ങ നമുക്കൊന്ന് മുറിച്ചിട്ട് അതും ഒന്ന് റിവ്യൂ ചെയ്യണം. സദാബഹാർ മാങ്ങ ഒരു ആവറേജ് മാങ്ങയാണ്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ റിവ്യൂ കൂടെ ഒന്ന് നിങ്ങളെ ഉൾപ്പെടുത്താം. ഇത് കാലാപ്പാടിയാണ്. അപ്പോൾ കാലാപ്പാടി മാങ്ങൻ്റെ റിവ്യൂ കൂടെ ഞാൻ കുറേ മുന്നേ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് കാലാപ്പാടി ഞാൻ തിരഞ്ഞെടുത്തത് നമ്പർ 1 എന്നൊക്കെ അതിൽ ഞാൻ മുന്നേ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ കാലാപ്പാടിനെ ഒന്നാമതായിട്ട് തിരഞ്ഞെടുക്കാൻ കാരണം. നമുക്കൊരു വർഷത്തിൽ 3 പ്രാവശ്യം 3 മാസം മാത്രമാണ് നമുക്ക് മാങ്ങ കഴിക്കാതിരിക്കാൻ പറ്റുക ഒരു വർഷത്തിൽ. ബാക്കി 9 മാസം നമുക്ക് മാങ്ങയുടെ കാര്യത്തിൽ ഒട്ടും മോശമില്ല. പിന്നെ ക്രീമിയാണ്, കഴിക്കാൻ നല്ല മധുരമാണ്, പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ അത് ചട്ടിയിലാണെങ്കിലും താഴെയാണെങ്കിലും നന്നായിട്ട് വളരുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ ചെറിയൊരു സപ്പോർട്ട് കൊടുക്കണം. കമ്പുകൾക്ക് കുറച്ച് ബലക്കുറവുണ്ട് എന്നുള്ളൊരു ന്യൂനത ഈ തൈകൾക്കുണ്ട്. പിന്നെ ഇതിൻ്റെ കായ്ച്ച ശല്യം വളരെ കുറവാണ്. ഒരു വെള്ള കളർ പൗഡർ കണ്ടില്ലേ, അത് നാച്ചുറലായിട്ട് അതിൻ്റെ മേലൊരു പൗഡർ കോട്ടിങ് വരുന്നുണ്ട്. അതുകൊണ്ട് കായ്ച്ചകളൊന്നും വല്ലാതെ അതിൻ്റെ അടുത്തേക്ക് അടുക്കുന്നില്ല. കാണാനും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് അത് കായ്ച്ച് നിൽക്കുമ്പോൾ കാലാപ്പാടി. അപ്പോൾ അതിൻ്റെ ഒരു ന്യൂനത എന്ന് പറഞ്ഞത് ഈ കമ്പ് പെട്ടെന്ന് പൊട്ടിപ്പോവുക, ഫംഗസ് രോഗം പെട്ടെന്ന് വരിക, അങ്ങനെയുള്ള ചെറിയ ന്യൂനതകളുണ്ട്. അതൊക്കെ നമുക്ക് മരുന്നുകളടിച്ച് നമുക്കതിനെ പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ ഒരു മാങ്ങ 1-2 മാങ്ങ ഇതിൻ്റെ പഴുത്ത് വീണിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ റിവ്യൂ കൂടെ ഒന്നായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് മനോരഞ്ജിതം എന്ന് പറഞ്ഞൊരു മാങ്ങയാണ്. ഒരു മാങ്ങയാണ് ആകെ പിടിച്ചത്. അത്യാവശ്യം പൂവുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ സ്വഭാവം തന്നെയാണെന്നാണ് തോന്നുന്നത്. നമ്മുടെ മനോരഞ്ജിതാണിത്. അപ്പോൾ 3 മാങ്ങൻ്റെ വീഡിയോ ആണ്. ഒന്ന് നമ്മുടെ സദാബഹാർ, ഒന്ന് മനോരഞ്ജിതം, ഒന്ന് നമ്മുടെ കാലാപ്പാടി. ഇപ്പം ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ല, ഒരുപാട് വീഡിയോകൾ കണ്ടാണ്. മനോരഞ്ജിതം എനിക്ക് പുതിയതാണ്, ആദ്യമായിട്ട് ഒറ്റ മാങ്ങയാണ് കഴിച്ചത്. സദാബഹാർ ഞാൻ പിന്നെ കാണിച്ചിരുന്നു, കുറച്ചൊക്കെ കഴിച്ചിരുന്നു, ഇവിടെ വന്നവരൊക്കെ കഴിച്ചു. അപ്പോൾ നമുക്ക് സദാബഹാർ ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. സദാബഹാർ മാംഗോ നമ്മുടെ രാജസ്ഥാൻ്റെ മാങ്ങാണ്. ഇതാണ് സദാബഹാർ മാംഗോ. എൻ്റെ ഒരു സൈഡ് ചെറിയൊരു പ്രശ്നമുണ്ട്. ഫുൾ ക്ലിയർ ആണ്. കുറച്ച് ആര് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല മധുരം, ഒരു ഫ്ലേവർ ഉണ്ട്. ആ ഫ്ലേവർ എനിക്കിഷ്ടമായിട്ടില്ല. നമ്മളെ നാട്ടിലൊന്നും കഴിച്ച ശീലമില്ലാത്തൊരു മാങ്ങൻ്റെ ഒരു ഫ്ലേവറാണ്. രാജസ്ഥാനികൾക്ക് അത് ഇഷ്ടപ്പെടുവായിക്കാരം. നല്ലൊരു ഓൾ സീസൺ മാങ്ങയാണിത്. എപ്പോഴും മാങ്ങ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത്യാവശ്യം ഒരു മധുരമുണ്ട്. നമുക്കൊരു 100-ൽ ഒരു 75 കൊടുക്കാം. ഒരു 20 മാങ്ങ വെക്കുന്നവർക്ക്, നമുക്കൊരു 15 മാങ്ങ വെക്കുന്നവർക്ക് അതിൽ ഉൾപ്പെടുത്താൻ പറ്റിയൊരു മാങ്ങയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ.
നല്ല കളർഫുള്ളാണ്. പിന്നെ ഇതിൽ പ്രത്യേക ഒരു ആൾസീസൺ മാങ്ങ പോലെ തന്നെയാണ്, എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് ഒരു പ്രത്യേകത. ഇനി നമ്മുടെ മനോരഞ്ജിതം ആദ്യമായിട്ട് കേൾക്കുകയാണ്. എന്താണ് ആ പേര് വന്നതെന്നൊന്നും അറിയില്ല. ഒരു നഴ്സറിയിൽ നിന്ന് കിട്ടിയതാണ് മനോരഞ്ജിതം എന്ന് പറഞ്ഞിട്ട് ഒരു മാങ്ങ. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നവരുണ്ടെങ്കിൽ പറയാം. കാരണം ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നവരിൽ ഒരുപാട് പേര് മാങ്ങൻ്റെ എക്സ്പേർട്ടുകളാണെന്നുള്ളത് നമുക്കറിയാം. അപ്പം മനോരഞ്ജിതം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ടേസ്റ്റ് വൈസ് ഒരു മാങ്ങയാണ് കായ്ച്ചത്, ഒരുപാട് പൂവിട്ടിരുന്നു, ഒറ്റ മാങ്ങയാണ് പിടിച്ചത്. ഒരു കയ്പ് കലർന്ന ഒരു മധുരം. ഒരു മാങ്ങ എന്ന് പറഞ്ഞു വെക്കാം. ഫൈബർ തീരെ കുറവാണ്, നല്ല ക്രീമിയാണ്. അതിൻ്റെ ഫ്ലേവറും തന്നെ ഒരു ഗ്യാസ്, എന്തോ ഒരു സുഖമില്ലാത്തൊരു, കഴിക്കാൻ വലിയൊരു, ഞാൻ ആദ്യമായിട്ട് കഴിക്കണോണ്ടാണോ ഇതിൽ ഈ മനോരഞ്ജിതം കഴിച്ചവർ അതിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളതെന്ന് അറിയിക്കുക. ഒറ്റ മാങ്ങല്ലേ ഉള്ളൂ. അപ്പോൾ അതിൽ ഇപ്പോൾ കിട്ടിയ റിവ്യൂ ഇതാണ്. ചിലപ്പോൾ എനിക്കത് പറയാൻ പറ്റുള്ളൂ. ഒരു 20-ലും ഉൾപ്പെടുത്താൻ പറ്റാത്ത ഒരു മാങ്ങയാണ്. ഒരു 60-65, ഒരു 50 മേലക്കൊക്കെ മാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മളെ കാലാപ്പാടിയാണ്. കാലാപ്പാടി അതിൻ്റെ കളറ് കണ്ടാൽ തന്നെ അറിയാം, ക്രീമി. അത് പിന്നെ ഒരു മുതലാണ്. ഇതൊക്കെ തിന്നാൽ മറ്റൊരിടത്ത് വലിച്ചെറിയാൻ തോന്നും. കാലാപ്പാടി ഞാൻ എൻ്റെ ഗ്രേഡിങ്ങിൽ 1ാം സ്ഥാനത്ത് കൊടുത്തൊരു മാങ്ങയാണ്. അപ്പം കൊടുക്കാനുള്ള കാരണം അതുതന്നെയാണ്. ഇത് കഴിച്ചവർക്ക് അറിയാൻ പറ്റും എന്തുകൊണ്ടാണ്. ഇപ്പോൾ ഒട്ടുമിക്ക ഒരു 60-70% ആളുകൾ ഇപ്പം കാലാപ്പാടി മാങ്ങ കഴിച്ചിട്ടുണ്ടാവും. അപ്പം ഞാൻ പറയേണ്ട ഒരു ആവശ്യമില്ല. എങ്കിൽ കൂടിയിട്ടും കാലാപ്പാടി അതിൻ്റെ റിവ്യൂ കൂടെ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുകയാണ്. അത് നമുക്ക് 100-ൽ 95 കൊടുക്കാം. നമ്മൾ എന്തുകൊണ്ട് 100 കൊടുത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മരത്തിന് ചെറിയ നെഗറ്റീവ്സ് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൻ്റെ കമ്പുകളൊക്കെ പെട്ടെന്ന് ഒടിഞ്ഞു തൂങ്ങി സ്ട്രെങ്ത് ഇല്ലാത്തതാണ്. പിന്നെ ഫംഗസ് രോഗം പെട്ടെന്ന് വരുന്നൊരു ചെടിയാണ്. കാരണം അതിൻ്റെ ആരോഗ്യം നമ്മൾ സപ്പോർട്ടൊക്കെ കൊടുത്ത് മുളകളും കമ്പുകളൊക്കെ കൊടുത്ത് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ അതേപോലെയൊക്കെ ചെയ്ത് നിർത്തിയാൽ കമ്പിയൊക്കെ വെച്ച് കെട്ടിയിട്ട് നല്ല സ്ട്രോങ്ങിൽ നിൽക്കും. എല്ലാവരും സംബന്ധിച്ചിടത്തോളം അത് ഒടിഞ്ഞു തൂങ്ങിങ്ങാണ്ട് എപ്പോഴും കൊമ്പൊടിയുന്നൊരു സ്വഭാവം അതിനുണ്ട്. കാരണം വളരെ ചെറിയ കമ്പുകളാണ് കാലാപ്പാടിക്ക്. അപ്പോൾ നമ്മൾ മുൻകൂട്ടിയിട്ട് തന്നെ അതിനൊരു കമ്പും മുളകൊക്കെ കൊടുത്ത് നിർത്തി കഴിഞ്ഞാൽ ഈ തൂങ്ങി പൊടിഞ്ഞു പോകുന്ന പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് മറ്റുള്ളതിലൊക്കെ ഒരു 50 മാങ്ങ കായ്ക്കണമെങ്കിൽ ഒരു 10 കായ്ച്ചാൽ മതി. അതൊരു വർത്താണ് കാലാപ്പാടിൻ്റെ. അപ്പം ഇനിയും കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോകളായിട്ട് വരുന്നവരെ ബായ്. അബ്ദുൾ റസാഖ്, തിരൂർ.